ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ശരീരമാസകലം പലവിധ രോഗങ്ങളാൽ കഴിഞ്ഞുകൂടുന്ന ഓരോരുത്തർക്കും കർത്താവിൻ്റെ സൗഖ്യത്തിനു വേണ്ടി, കർത്താവിൻ്റെ കാരുണ്യം അവരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടേഴ്സ് പറഞ്ഞ ടെസ്റ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒത്തിരിയധികം വേദനയിലാണ് നിങ്ങളായിരിക്കുന്നത് എങ്കിൽ സൗഖ്യം തരാൻ ശക്തനായ വൈദ്യനായ ദൈവം ഇന്ന് നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ പോകുന്നു. കർത്താവിൻ്റെ സൗഖ്യം ആഗ്രഹിക്കുന്നവർ ആഗ്രഹത്തോടെ ഹൃദയത്തെ എളിമപ്പെടുത്തി മനസ്താപത്തോടെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നാം ഹൃദയം വിശുദ്ധമാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തല മുതൽ പാദം വരെയുള്ള ഓരോ ശരീര അവയവങ്ങളെയും കർത്താവിന് സമർപ്പിച്ച്, കർത്താവേ, നിന്റെ സൗഖ്യം എനിക്ക് വേണം, നിന്റെ സൗഖ്യം എൻ്റെ ശരീരത്തിൻ്റെ ഈ ഓരോ ഭാഗത്തേക്കും കടത്തിവിടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, കർത്താവെ, എൻ്റെ മേൽ കനിവ് തോന്നണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഹൃദയവിശുദ്ധിയാണ്. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശോധിക്കാം. ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷവോ ശത്രുതയോ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ, ആരെയെങ്കിലും ക്ഷമിക്കാനോ സ്നേഹിക്കാനോ കഴിയുന്നില്ല എങ്കിൽ, ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് തെറ്റ് ചെയ്തവരോട് ഈ രാത്രിയിൽ ഞാൻ പരിപൂർണമായി ക്ഷമിക്കുന്നു. നിങ്ങളുടെ എല്ലാ അവസ്ഥയെയും അറിയാവുന്ന കർത്താവ്, നിങ്ങളെ ഉയർത്താനായി ആഗ്രഹിക്കുന്ന കർത്താവ് നിങ്ങളിൽ നിന്ന് ഈ രാത്രിയിൽ ആവശ്യപ്പെടുന്നത് ഒന്നു മാത്രം: നിങ്ങൾ പരസ്പരം ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക, എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. അതിനാൽ ഈ രാത്രിയിൽ വന്നുപോയ തെറ്റുകൾ, അബദ്ധങ്ങൾക്കെല്ലാം മാപ്പ് ചോദിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 51 കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ഓരോന്നും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാളെ നടക്കുന്ന ഇൻ്റർവ്യൂവിനെ സമർപ്പിക്കാം, നാളെ നടക്കുന്ന പരീക്ഷയെ സമർപ്പിക്കാം, നാളെ നടക്കുന്ന ചെക്കപ്പിനെ സമർപ്പിക്കാം. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നാളത്തെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടുന്ന് നിങ്ങളുടെ മേൽ അത്ഭുതം നടത്തും. അവിടുന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രോഗസൗഖ്യം നിങ്ങൾക്ക് നൽകും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സുഖമായ ഒരു ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 51 മുതലുള്ള വാക്യങ്ങൾ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യ അതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകി കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങയ്ക്കെതിരായി, അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ.
ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ. ജെറൂസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ യോഗ്യതയാലെ നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ കാരുണ്യത്താൽ ഞങ്ങളുടെ രോഗത്തെ നീ സൗഖ്യപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, അനേക രോഗികളെ, വ്യാധികൾ ബാധിച്ചവരെ, പൈശാചികമായ പീഡനങ്ങൾ ഏറ്റവരെ, പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞവരെ, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്നവരെ എല്ലാം നീ സൗഖ്യപ്പെടുത്തി. അവരോടെല്ലാം നീ കരുണ കാണിച്ചു. അനേകം ചെകിടരെ, ബന്ധിതരെ, മൂകരെ, അന്ധരെ, കുരുടരെ, തളർവാദ രോഗികളെ നീ സൗഖ്യപ്പെടുത്തി. കർത്താവേ, ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് അനേകർക്ക് നീ സൗഖ്യം കൊടുത്തു. നിന്റെ സന്നിധിയിൽ ഏതൊക്കെ രോഗികൾ വന്ന് പ്രാർത്ഥിച്ചോ, ഏതൊക്കെ വ്യക്തികൾ വന്ന് കുടുംബത്തിൽ, സമൂഹത്തിൽ രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നെ വിളിച്ചു കൊണ്ടുപോയോ, അവിടെയെല്ലാം നീ ചെന്ന് അവരെ സുഖപ്പെടുത്തി. ചിലർക്ക് നീ അവിടെ നിന്ന നിൽപ്പിന് തന്നെ അവർ സൗഖ്യപ്പെടട്ടെ എന്ന് നീ കൽപ്പിച്ചപ്പോൾ ഭവനത്തിലായിരുന്നവർ നിന്റെ വചനത്താൽ അവർ സൗഖ്യം പ്രാപിച്ചതായി വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും ഇന്ന് നീ സൗഖ്യം തരണമേ. കർത്താവേ, ഞങ്ങളിൽ രോഗികളായ അനേകർ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളിൽ എല്ലാം രോഗമായിരിക്കുന്ന അനേകരുണ്ട്. ഉദര സംബന്ധമായ രോഗങ്ങൾ, കൈകാലുകൾക്ക് വേദന, ജോയിന്റ് പെയിൻ, ചർമ്മരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, എയ്ഡ്സ് രോഗം, തളർവാദ രോഗം, ഓട്ടിസം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ക്യാൻസർ രോഗം. കർത്താവേ, അനവധി രോഗങ്ങളാൽ കഴിയുന്ന അനേകം സഹോദരി സഹോദരന്മാരുണ്ട്. ഗ്യാസ്ട്രിക് ട്രബിൾ, വിട്ടുമാറാത്ത പനി. കർത്താവേ, ഒരു മകന് 25 ദിവസമായി പനി വന്നിട്ട് വിട്ടുപോകുന്നില്ല. 15 ദിവസമായി ആ മകൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ദൈവമേ, വിട്ടുമാറാത്ത പനിയും ചുമയും ജലദോഷവും തലവേദനയും മൈഗ്രെയിനും തൈറോയിഡിൻ്റെ അസുഖം, ഡയബറ്റിക്, പ്രഷറിൻ്റെ അസുഖം. കർത്താവേ, ശരീരമാസകലം വേദനിക്കുന്ന, ശ്വാസം വിടാൻ പോലും ദുഃഖിക്കുന്ന, ഗ്യാസ് ട്രബിളിൻ്റെ അസുഖം കാരണം വേദനിക്കുന്ന, ഉദരസംബന്ധമായ രോഗങ്ങൾ കാരണം ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ അനേക രോഗികൾ കർത്താവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്കെല്ലാം നിന്റെ അത്ഭുത സൗഖ്യം ഈ രാത്രിയിൽ അനുഭവിക്കാൻ നീ ഇടയാക്കണമേ. കർത്താവേ, പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് ഈ രാത്രിയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. നിന്റെ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുത രോഗശാന്തി നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, രോഗികളുടെ മേൽ എപ്പോഴും നീ കനിവോടെ നോക്കിയിട്ടുള്ളൂ. രോഗികളുടെ മേൽ കരുണ കാണിക്കുന്ന കർത്താവേ, ഈ രാത്രിയിൽ മാനസികമായ സമ്മർദ്ദങ്ങൾക്ക്, മാനസികമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുപോയ, നിരാശയിൽ കഴിയുന്നവർക്ക്, ഡിപ്രഷനിലായിരിക്കുന്നവർക്ക് ഈ രാത്രിയിൽ പ്രത്യേകം നീ സ്പർശിച്ച് സൗഖ്യം കൊടുക്കണമേ. നിന്റെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും ഭയവും എന്നേക്കും നീക്കം ചെയ്ത് ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി, പുതിയ വ്യക്തിയാക്കി മാറ്റണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും ഈ സമയം യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചർമ്മ സംബന്ധമായ രോഗങ്ങൾ, ദൈവമേ, കിഡ്നി രോഗികൾ, കർത്താവേ, അനേകം രോഗികൾ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുത്തതുണ്ട്. അനേകം രോഗികൾ, അവരുടെ കുടുംബത്തിൽ അനേകം വ്യക്തികൾ അവരുടെ കുടുംബത്തിൽ രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ICUയിലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന രോഗികൾക്ക് വേണ്ടി, ശ്വാസം കിട്ടാതെ വേദനിക്കുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിലായിരിക്കുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും നഴ്സസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ കരുണ തോന്നണമേ. എല്ലാ രോഗികൾക്കും ഈ രാത്രിയിൽ സൗഖ്യം കൊടുക്കണമേ. തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളിലേക്കും ഈശോയെ നിന്റെ രക്തം കൊണ്ടിപ്പോൾ കഴുകി വിശുദ്ധീകരിച്ച് നിന്റെ സൗഖ്യം അവരുടെ ഓരോ ശരീര അവയവങ്ങളിലേക്കും ഇപ്പോൾ കടത്തിവിട്ട് അത്ഭുത രോഗസൗഖ്യം നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. നാളെ ഇന്റർവ്യൂ ഉള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ ജോലിക്ക് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്തുള്ള എല്ലാ അക്രമാസക്തമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്തിട്ടും മാസങ്ങളായി ശമ്പളം നൽകാൻ കഴിയാത്ത അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ വേദനകളെ നീ കാണണമേ. ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ പിന്താങ്ങുന്നവരെയും ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും ഈ രാത്രിയിൽ നീ സൗഖ്യം നൽകി, മനസ്സിനും ശരീരത്തിനും സൗഖ്യം നൽകി, ഭയവും വേദനയും ദുഃഖവും മാറ്റി കർത്താവേ ആരോഗ്യപ്രദമായ ഒരു ഉറക്കം നൽകി രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവരെയും ഞങ്ങൾ പ്രാർത്ഥനാ സഹായം വാഗ്ദാനം ചെയ്തവരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഈ നിമിഷം കർത്താവേ ഞാൻ നിനക്ക് തരുന്നു. കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിരാശയും മനസ്സിൻ്റെ ദുഃഖവും മാറ്റി എല്ലാ ഉത്കണ്ഠകളും ഈ രാത്രിയിൽ കർത്താവിൽ സമർപ്പിച്ച് കർത്താവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് എനിക്ക് അസാധ്യമായത് എൻ്റെ ദൈവത്തിന് സാധ്യമാണ് എന്ന ബോധ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ളവരോട് ഓരോരുത്തരോടായി ക്ഷമിക്കാൻ കർത്താവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ രാത്രിയിൽ ആ വ്യക്തികളെ അവരുടെ പേര് സഹിതം ഞങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരണമേ. സകലരോടും ക്ഷമിക്കാൻ, അങ്ങനെ ഹൃദയവിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കാൻ, കർത്താവ് നൽകുന്ന സൗഖ്യം സ്വീകരിക്കാൻ കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. എല്ലാവരോടും പരിപൂർണമായി ക്ഷമിക്കാനുള്ള കൃപ തരണമേ. കർത്താവേ, നിന്റെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരും സൗഖ്യം സ്വീകരിക്കട്ടെ. കർത്താവേ, അത്ഭുത സൗഖ്യം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. നീ ഞങ്ങളെ സുഖപ്പെടുത്തിയ മതിയാകൂ. നീ ഞങ്ങളെ ഈ രാത്രിയിൽ സുഖപ്പെടുത്തണം. നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. കർത്താവേ, നീ ഞങ്ങളെ സുഖപ്പെടുത്തണം. മരുന്നോ ലേപന ഔഷധമോ അല്ല, നിന്റെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുത്തുന്നത്. അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളോട് കരുണ കാണിച്ച് നിന്റെ വചനമയച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനമയച്ച് ഇപ്പോൾ തന്നെ ഈ രാത്രിയിൽ തന്നെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ.
എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ നീ കാണണമേ. നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ, ഈ കുടുംബത്തെ, ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ ഓരോ നിയോഗത്തെയും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഈ രാത്രിയിൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കാൻ നീ ഇടയാക്കണമേ. നിന്റെ സന്നദ്ധിയിൽ നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ യോഗ്യത നൽകി, ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് മനസ്താപത്തോടെ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുവാൻ, നിന്റെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന ഈ തിരുവചനം ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യം നൽകി, ഞങ്ങളുടെ തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളെയും സുഖപ്പെടുത്തി ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിരാവിലെ നിന്റെ സൗഖ്യത്തിന് സാക്ഷികളായി എഴുന്നേൽക്കുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും അത്ഭുത രോഗശാന്തി ഈ രാത്രിയിൽ തന്നെ ലഭിക്കുന്നതിന് നിന്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തന്ന് നിന്റെ ശരീരത്തിൽ നിന്ന് എല്ലാ രോഗങ്ങളും അവിടുന്ന് സുഖപ്പെടുത്തി ആശ്വാസകരമായ ഒരു ഉറക്കം നൽകി രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം കർത്താവിന് സാക്ഷിയായി മാറാൻ അവിടുന്ന് നിന്നെ വീണ്ടും വിളിച്ചുണർത്തി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.